പശ്ചിമ ബംഗാളിൽ മമതയുടെ യുഗം കഴിഞ്ഞു എന്നതാണ് ആദ്യ വോട്ടെടുപ്പിൽ തന്നെ വന്ന ഫലം സൂചിപ്പിക്കുന്നത്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ BJP തരംഗം ബംഗാളിൽ ആകമാനം തന്നെ അലയടിക്കുകയാണ്. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തവണയും ബംഗാളിൽ പോലും BJP ആകട്ടെ വമ്പൻ വാഗ്ദാനങ്ങൾ നിരത്തിയിരിക്കുന്നത്. ഇതിലൂടെ തന്നെ അവരുടെ BJPയുടെ പെട്ടിക്കുള്ളിൽ നിരവധി വോട്ടുകൾ നിറയാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പ്രചരണത്തിനിടെ സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. BJP അധികാരത്തിൽ വന്നാൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തുമെന്നും വാർഷിക സാമ്പത്തിക സഹായം നൽകുമെന്ന് പോലും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ പരിരക്ഷയും അതേപോലെ തന്നെ സ്തനാർബുദത്തിനും സെർവിക്കൽ ക്യാൻസറിനുമുള്ള സൗജന്യ പരിശോധനകളും വാക്സിനുകളും ഇതിനോടൊപ്പം തന്നെ നൽകും. ഗർഭാവസ്ഥയിൽ 21,000 രൂപയുടെ ഒരു സഹായം പോലും ഇവിടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി 50,000 രൂപ നൽകുമെന്നും വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെയും അഴിമതിയെയും അദ്ദേഹം രൂക്ഷമായിട്ടാണ് വിമർശനം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഹൂഗ്ലി, ബംഗാൾ നോർത്ത് 24 പർഗാനാസ് എന്നിവിടങ്ങളിലെല്ലാം നടന്ന റാലികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമായൊരു രൂപരേഖ തന്നെയാണ് ഇവിടെ തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണമാണ് BJPയുടെ പ്രഥമ പരിഗണനയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ഇവിടെ പ്രഥമ വാഗ്ദാനത്തിൽ എടുത്ത് സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു ഉറപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രതിവർഷം 36,000 രൂപ നേരിട്ട് കൈമാറും. അഴിമതി ആരോപണങ്ങളിൽ സുപ്രീം കോടതി ഗൗരവകരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ഈ ഒരു അവസരത്തിൽ അത് എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബംഗാൾ സർക്കാർ സെക്രട്ടേറിയറ്റ് ആയ നഭന്നയിൽ നിന്നല്ല പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് വ്യക്തമായി ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങളും അദ്ദേഹം പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു പ്രധാനമന്ത്രി അഴിച്ചുവിട്ടത്. ബംഗാളിലെ സ്ത്രീകളെ വഞ്ചിച്ച മമത സർക്കാരിന്റെ ജിംഗിൾ രാജ് അവിടെ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം BJP അധികാരത്തിൽ വന്നാൽ ഓരോ ഗുണ്ടയെയും ബലാത്സംഗം ചെയ്യുന്നവനെയും മാളത്തിൽ കയറി അവിടെ വേട്ടയാടി തന്നെ പിടികൂടുമെന്നും അദ്ദേഹം പ്രഖ്യാപനം നടത്തി. നോർത്ത് 24 പർഗാനാസിലെ അവിടെ വെച്ച് നടന്ന ഒരു കൂറ്റൻ ജനസമുച്ചയത്തെ അഭിസംബോധന ചെയ്തു, ആ ജനസാഗരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല മെയ് 4 ശേഷം BJP സർക്കാർ കണക്ക് ചോദിക്കുമെന്നും മോദി ഉറപ്പ് നൽകുകയും ചെയ്തു. ബംഗാളിലെ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച് അദ്ദേഹം വലിയ വിപ്ലവകരമായ ക്ഷേമ പദ്ധതികൾ പോലും ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബംഗാളിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഗുണഫലങ്ങൾ അവിടെ ഉണ്ടാകും. മാത്രമല്ല മാതൃശക്തിക്ക് ഇരട്ടിയായി തന്നെ അത് ലഭിക്കുമെന്നതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്നും ഗർഭകാലത്ത് 21,000 രൂപയുടെ സഹായം നൽകുമെന്നും പെൺകുട്ടികൾക്ക് പഠനത്തിന് 50,000 രൂപ നൽകുമെന്നും അദ്ദേഹം ഇവിടെ എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.